സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം. ആര്യയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ കോർപ്പറേഷൻ ഭരണത്തിന് എതിരാക്കി. ശബരിമല വിവാദവും ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടിക്ക് കാരണമായെന്നും വിമർശനം. എം.വി. ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിലാണ് വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. എ.കെ. സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, ഈ പരാജയത്തിന് തൊട്ടു പിന്നാലെ തന്നെ ആര്യക്കെതിരെയുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നപ്പോൾ എല്ലാം പാർട്ടിക്കകത്തു പറയണമെന്ന് പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഏതൊക്കെ തലങ്ങളിൽ, ഏതൊക്കെ കോണുകൾ, ആരിൽ നിന്നൊക്കെയാണ് ആര്യ രാജേന്ദ്രനെതിരെ വിമർശനം ഉണ്ടാകുന്നത്? അക്ഷയ, തിരഞ്ഞെടുപ്പിന് വലിയ തിരിച്ചടിക്ക് പിന്നാലെ വാദിക്കാൻ ശ്രമിച്ചത് യാതൊരു തരത്തിലും തങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 2010 കണക്കടക്കം നിരത്തിക്കൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം.വി. ഗോവിന്ദൻ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തത്. പക്ഷെ ഇപ്പോൾ അന്ന് വന്നിരിക്കുന്ന വിലയിരുത്തലുകളെല്ലാം യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിരിക്കുന്ന രൂക്ഷ വിമർശനങ്ങൾക്ക് പ്രധാന കാരണമായി കാണുന്നത്. ഒപ്പം തന്നെ മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ഒന്നും തന്നെ ആര്യ രാജേന്ദ്രൻ സജീവമായി ഉണ്ടായിരുന്നില്ല. വലിയ വിമർശനങ്ങൾ അതിനെതിരെ തന്നെ ഉണ്ടായിരുന്നു. ആര്യയെ മുൻനിർത്തി മത്സരത്തിനിറങ്ങിയ വലിയ തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തലൊക്കെ അന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു രീതിയിൽ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയത് സിപിഎം. ഏതായാലും ഇന്ന് ചേർന്നിരിക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആര്യക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ നേതൃത്വത്തിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ പിടിപ്പുകേട് സിപിഎം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. LDF പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പരാജയം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി തുടങ്ങിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ഒപ്പം ശബരിമല വിവാദം തിരിച്ചടി ആയിട്ടില്ല എന്ന് മുതിർന്ന നേതാക്കളടക്കം പലരും വാദിക്കുമ്പോഴും താഴെത്തട്ടിലെ വികാരം അതല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിവാദങ്ങൾ വലിയ തിരിച്ചടിയായി വോട്ട് നഷ്ടമാക്കി എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ളത്. ഇനി ഏതായാലും ഏരിയ കമ്മിറ്റികൾക്ക് വിശദമായി ഈ തോൽവിയെക്കുറിച്ച് പഠിക്കാനും ഒപ്പം തന്നെ നിർദ്ദേശങ്ങൾ നൽകാനുമായി 22 ചോദ്യങ്ങൾ പിന്നാലെ പഠിക്കാൻ സിപിഎം തീരുമാനിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു. എ.കെ. സ്റ്റെഫിൻ വിവരങ്ങൾ നൽകിയത്.